ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സാമ്പാർ റെസിപ്പിയാണ്. സാധാരണ സാമ്പാറിനേക്കാളും കുറച്ച് വ്യത്യാസമായിട്ട് ഞാൻ ഇന്നിവിടെ പുളി ചേർക്കാണ്ടാണ് സാമ്പാർ ഉണ്ടാക്കണേ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഓൾസോ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കോൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. തോരൻ പരിപ്പ് നല്ലോണം കഴുകി അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും എണ്ണയും ചേർത്ത് കുതിർക്കാൻ വെക്കാം. ഇപ്പൊ ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് ചെറിയ ഉള്ളിയും പിന്നെ ഒരു 2 വലിയ തക്കാളിയുമാണ്. അതോടൊപ്പം ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം. ഈ റെസിപ്പിയിൽ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 2-3 തക്കാളി വരെ ചേർക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഒരു 4 വിസിൽ വരയ്ക്കും നമുക്കിത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയും ജീരകവും മിക്സിയിൽ അരച്ചെടുക്കാം. അധികം ഫൈൻ പേസ്റ്റ് ആവാൻ പാടില്ല. മിക്സിയിലിട്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തൊന്ന് കോഴ്സ്ലി ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. അടുത്തത് നമുക്ക് സാമ്പാറിന് ആവശ്യമുള്ള പച്ചക്കറികൾ വേവിച്ചെടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് മുരിങ്ങക്കായ, കുറച്ച് വെള്ളരിക്ക, പിന്നെ കുറച്ച് വഴുതനങ്ങയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങോ ബീൻസോ അമരക്കായോ ഒക്കെ ചേർക്കാം. അതോടൊപ്പം ഒരു 3-4 പച്ചമുളക് ചേർത്തത് നമുക്ക് നല്ലോണം വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവും. പച്ചക്കറികളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോണത് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. സാമ്പാർ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. അടുത്തത് നമ്മൾ ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പും തക്കാളിയാണ് ചേർക്കാൻ പോണത്. കയ്യിൽ കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുത്ത് ഇത് അങ്ങനെ തന്നെ നമുക്ക് സാമ്പാറിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പരിപ്പും പച്ചക്കറിയും ഒക്കെ നല്ലോണം മിക്സ് ആവണ വരെ. ഇനി ഞാൻ ചേർക്കാൻ പോണത് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവുമാണ്. തേങ്ങ ചേർത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. തേങ്ങ ചേർക്കുമ്പോൾ സാമ്പാർ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം. അടുത്തത് നമ്മൾ ഇതിൽ ചേർക്കാൻ പോണത് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാളയാണ്. ഈ സവാള നല്ലോണം ഒന്ന് മൊരിഞ്ഞു കിട്ടണം. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു ചുമന്ന മുളക്, പിന്നെ കുറച്ച് കരിവേപ്പിലയും. ഇതെല്ലാം കൂടി നല്ലോണം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മളുടെ സാമ്പാർ റെഡിയായി. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിനേക്കാളും കുറച്ച് വ്യത്യാസമാണ്. ഇതിൽ പുളി ചേർത്തിട്ടില്ല, നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.